ഫഹദ് ഫാസിലിനെ ഡാൻസ് പഠിപ്പിച്ച ആളാണ് ഞാൻ. എനിക്കൊന്ന് ആദ്യം ആയിട്ട് അയാൾ ഡാൻസ് ചെയ്യുന്നത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല ഫഹദിന് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇങ്ങനെയൊക്കെ ഒരു സ്റ്റെപ്പ് വന്നു. രണ്ടുമല്ല. രമേശ് സുരേഷ്, നിങ്ങൾ ആരാണ് മോർണിംഗ് പേഴ്സൺ അല്ലെങ്കിൽ നൈറ്റ് പേഴ്സൺ? മോർണിംഗ് ആൻഡ് നൈറ്റ് പേഴ്സൺ. രണ്ടും. രാവിലെ എനിക്ക് ലേറ്റ് ആയിട്ട് ഉറങ്ങും. ഇതൊക്കെ എന്ത്? ആൾക്കിപ്പോ നല്ല വിശന്നിരിക്കാന്ന് വെച്ചു ഒരു ക്ഷമയും കാണത്തില്ല. ഞാനല്ലാതായി അഡ്വർടൈസ്മെന്റ് എടുത്ത ആളെ ഉണ്ടല്ലോ ശരിക്കും ഇങ്ങനെ മനുഷ്യരുണ്ട്. ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു സ്റ്റീൽ അലമാരയിൽ ഒരു 30 സെന്റിമീറ്റർ വീതിയുള്ള കണ്ണാടിയിലാണ് ഞാനിത് ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നത്. കട്ടിലിന്റെ ഇടയിൽ ഒരു ഊഫർ വെച്ചിട്ട് കലം വെച്ചിട്ട് നല്ല ബാസിൽ ഇത് കേൾക്കും. അപ്പം എൻ്റെ അന്ന് മുതലേ ഉള്ള ആഗ്രഹമാണ് ഞാനൊരു സ്റ്റുഡിയോ തുടങ്ങുകയാണെങ്കിൽ നല്ല വലിയ മിററുള്ള ഫുൾ സൈസ് മിററുള്ള നല്ല സൗണ്ട് സിസ്റ്റം, പാട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല സൗകര്യമുള്ള ഒരു സ്റ്റുഡിയോ തുടങ്ങാം. അതെൻ്റെ ഒരു ഡ്രീമായിരുന്നു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് 2 ആക്ടേഴ്സ് ആണ്, അതുപോലെ തന്നെ 2 ഡാൻസേഴ്സ് ആണ്. ഡാൻസിലൂടെ ഒരുമിച്ച 2 വ്യക്തികളാണ്. വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് സുന്ദരി നീയും സുന്ദരൻ ഞാനും. ഐ എം മലിൻ ഷാ ആൻഡ് ഐ ഹാവ് വിത്ത് മീ ധന്യമേരി വർഗീസ് ആൻഡ് ജോൺ ജേക്കബ്. വെൽക്കം ടു ദി ഷോ. ഹലോ, താങ്ക് യു. സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ പുതിയ വിശേഷം എന്ന് പറയുന്നത് ഡാൻസോറ ബൈ ജോൺ ആൻഡ് ധന്യ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡാൻസിലൂടെ ഒന്നിച്ച 2 വ്യക്തികളാണ്. ഇപ്പൊ നിങ്ങൾ ഒന്നിച്ച് ഒരു ഡാൻസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ജേർണി എവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക? എന്താ പറയാൻ പറ്റുക? ഞങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഡാൻസിലാണ്. അപ്പോൾ ഞങ്ങളൊരു US ട്രിപ്പിൽ, ഞാൻ ഒരുപാട് ഇന്റർവ്യൂസിൽ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞങ്ങളൊരു US ട്രിപ്പിൽ ആ ഷോ കൊറിയോഗ്രാഫർ ഞാനായിരുന്നു. പെർഫോം ചെയ്യാനായിട്ടും കൊറിയോഗ്രാഫി ചെയ്യാനായിട്ടും US പോയി. ആ സമയത്ത് ധന്യ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അങ്ങനെ പിന്നെ ജീവിതത്തിന്റെ ഭാഗമായി. അല്ല, അന്ന് അവിടെ വെച്ച് നമ്മൾ കണ്ടുമുട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് 2 പേർക്കും ഒരേ ഇഷ്ടങ്ങളാണ്, നമ്മുടെ 2 പേരുടെ ഒരേ വേവ് ലെങ്ത് ആണ്. ഞങ്ങൾക്ക് 2 പേർക്കും ഡാൻസ് ഇഷ്ടമാണ്, ഡാൻസ് ചെയ്യുന്ന ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങൾ അങ്ങനെയാണ് അന്ന് വളരെ ഒരു കമ്പനി ആയത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പ്രപ്പോസ് ചെയ്തു. ഡാൻസിനുള്ള സോങ് സെലക്ഷനിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത്. മണിക്കൂറുകൾ ഏത് സോങ് കളിക്കണം എന്ന് പറഞ്ഞ് ഫസ്റ്റ് ചെന്നപ്പോ പ്രപ്പോസ് ചെയ്തു. ആള് പ്രപ്പോസ് ചെയ്തു, ഡയറക്റ്റ് ഒന്നും അല്ല, ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ പിന്നെ പലരോടെ ഒക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കാനഡയിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അല്ലേ, അതിന്റെ വിസയ്ക്ക് വേണ്ടിട്ട് പോണ ദിവസമാണ്. അടിപൊളി ആയിരുന്നു. അപ്പൊ എന്തായാലും നമ്മള്, എനിക്ക് പറയാലോ അല്ലേ, ഏകദേശം 14 വർഷമായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. എന്റെ മനസ്സിലൊരു 8-10 വർഷം എന്നുള്ളൊരു ഇതായിരുന്നു. ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോഴാണ് 14 വർഷമായി എന്നുള്ളത്. എനിക്കും അത്ര ഏജ് ആണെന്നുള്ളത് എനിക്കിപ്പോഴാണ്. എന്നിട്ട് പറയരുത് നമ്മള് കുട്ടിയായിരുന്നപ്പോ നിങ്ങളെ കണ്ടു തുടങ്ങിയതാന്ന് മാത്രം പറയരുത്. ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ സൂപ്പർ ഡാൻസർ ജൂനിയറിൽ കോമ്പീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, കിട്ടിയില്ല. ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. അപ്പോ നിങ്ങളുടെയൊക്കെ സീസൺ കണ്ടിട്ടാണ് നമ്മളിങ്ങനെ ഊർജ്ജം മുന്നിട്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഫസ്റ്റ് ഡാൻസ് റിയാലിറ്റി ഷോ എന്ന് പറയാം നമുക്ക് അമൃത ടിവിയിലെ സൂപ്പർ ഡാൻസർ എന്നുള്ളത്. അപ്പോ അവിടെ തൊട്ടേ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ധന്യനെ ഞാൻ ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മുടെ മമ്മൂക്കന്റെ മൂവി ദ്രോണ ആ ഒരു സമയം തൊട്ടൊക്കെ. അപ്പോ ഇൻഡസ്ട്രിയിൽ ആക്ച്വലി നിങ്ങൾ ഒരുമിച്ച സമയത്തെ ആൾക്കാർക്ക് ഒരു സർപ്രൈസ് ആയിരുന്നോ അതോ? ശരിക്കും ഞങ്ങൾ അധികം ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ യാദൃശ്യമായിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. സ്റ്റേജസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കണ്ടിട്ടുണ്ട്, ഹായ് ബായ് എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഏഷ്യനെറ്റിന്റെ വോഡഫോൺ കോമഡി സ്റ്റാറിന്റെ 100ാമത്തെ എപ്പിസോഡിന്റെ ഷൂട്ട് എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു. അപ്പൊ ഞാനവിടെ റിഹേഴ്സലിനുണ്ടായിരുന്നു, ആളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂ ഒക്കെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഹലോ ഹായ് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അതിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് പോകുമ്പോഴൊക്കെ ഒന്നിച്ച് ട്രാവൽ ചെയ്തേ. അപ്പോഴും
ജസ്റ്റ് അങ്ങനെ ഒരു ഫ്രണ്ട്ലി ടോക്ക് മാത്രം. അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ചൊരു യൂഷ്വലേക്ക് ആളാണ് കൊറിയോഗ്രാഫർ എന്ന് പറഞ്ഞത്. അപ്പോഴേ ഞാൻ അറിഞ്ഞ ആള് ഇത്രയും വലിയ ഒരു ഡാൻസർ ആണെന്നൊക്കെ അറിയണം അപ്പോഴാണ്. മറ്റേ അവിടെ ഡാൻസ് ചെയ്യാൻ ഇപ്പം യുവ നടന്മാരെല്ലാവരും ഉണ്ട്, ആ കൂട്ടത്തിൽ ഒരാളായിട്ടേ കണ്ടുള്ളൂ. അപ്പോഴാണ് ആള് കൊറിയോഗ്രാഫി ചെയ്യുമെന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ സംസാരിച്ച് അങ്ങനെ. പക്ഷെ ഞങ്ങൾ ദ്രോണയിൽ ഞാൻ ചെയ്യുമ്പോൾ ആളും ദ്രോണയിലൊരു ചെറിയൊരു സീൻ മമ്മൂക്കയുടെ കൂടെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടില്ല, രണ്ടുപേർക്കും അറിയത്തില്ല, എനിക്കറിയത്തില്ലായിരുന്നു ആൾ അഭിനയിച്ചിട്ടുണ്ടെന്ന്. കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞ ആളുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ കുറേ സിനിമകൾ ആളും ചെയ്തു. അപ്പം ഞങ്ങൾ ഈ വോഡഫോൺ കോമഡി സ്റ്റാറിൻ്റെ ആ ഒരു ഷോ ചെയ്യുന്ന ദിവസമാണ്, അതിൻ്റെ ഷോയുടെ അന്നോ റിഹേഴ്സലിൻ്റെ അന്നാണ് ടൂർണമെൻറ്റ് റിലീസാവുന്നത്. അപ്പം എന്നോട് പറഞ്ഞു എൻ്റെ സിനിമ ഇന്ന് റിലീസാണ്, ഒരു ഫ്രൈഡേ റിലീസാണ്. കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്ലെക്സ് ഒക്കെ കാണിച്ചത് ഫഹദ് ഫാസിലിനെ ഡാൻസ് പഠിപ്പിച്ച ആളാണ് ഞാൻ. ഫസ്റ്റ് അതിന് ആ ഒരു ക്രെഡിറ്റ് എനിക്കുണ്ട്. അപ്പൊ ഞങ്ങള് അന്ന് അതിന്റെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളൊരു എനിക്കൊന്ന് ആദ്യം ആയിട്ട് അയാള് ഡാൻസ് ചെയ്യുന്നത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നല്ല സൗഹൃദമാണ്. ഒരു സമയത്തും ഞങ്ങൾ 10-28 ദിവസം ഞങ്ങൾക്ക് ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ അപ്പം ലാൽ സാറ് എന്നോട് എനിക്ക് ആ പാട്ട് ഓൾറെഡി നമുക്ക് ഇതിന്റെ തന്നിട്ടുണ്ട്, CD തന്നു. അപ്പോൾ ഞങ്ങളത് റിഹേഴ്സൽ നമ്മൾ ചെയ്യും. ആ സിനിമയുടെ മൊത്തം സീൻസ് റിഹേഴ്സൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പാട്ടിന്റെ കൊറിയോഗ്രഫി എൻ്റെ ചുമതലയായിരുന്നു. അപ്പൊ ഞാനിത് കൊറിയോഗ്രഫി ചെയ്ത് അതിൽ എനിക്കറിയില്ല, ഫഹദിന് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇങ്ങനെയൊക്കെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ പ്രവീൺ ഞാൻ ഫഹദായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെന്റ് ഒക്കെ പഠിച്ച് കറക്റ്റ് എല്ലാ ദിവസവും ഇതൊക്കെ പഠിപ്പിച്ച് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സോങ് എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചും കൂടെ ഇപ്പൊ റീൽസിലൂടെ ട്രെൻഡിങ് ആണ് ഹേയോ എന്ന് പറയുന്ന സോങ്. ഇപ്പോ ഡാൻസ് ആണ് ഇനി മുന്നോട്ടുള്ള ഒരു അതായത് നിങ്ങളുടെ രണ്ടുപേരുടെ പാഷൻ ഓഫ് കോഴ്സ് ഡാൻസ് ഉണ്ട്, ആക്ടിങ് അല്ലാണ്ട് നിങ്ങൾ രണ്ടുപേരും ഡാൻസേഴ്സ് ആണ്. അതല്ലാണ്ട് ഈ ഡാൻസ് സ്കൂൾ നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ഐഡിയ എപ്പോഴാ വന്നത്, അല്ലെങ്കിൽ മുന്നേ ഉണ്ടായിരുന്ന ഐഡിയ ആണോ? ആഗ്രഹമുണ്ട്. അതായത് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡാൻസ് ചെയ്യുന്നതാണ്. അത് ഒരിക്കലും മടുക്കുകയില്ല. എനിക്ക് പറഞ്ഞു കൊടുക്കാനും ഇഷ്ടമാണ്, ഡാൻസ് ചെയ്യുന്നത് ഇഷ്ടമാണ്. എനിക്ക് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്ത് അതിൻ്റെ ഒരു ഓഡിയൻസ് റിയാക്ഷൻ, ഒരു കൈയടി കിട്ടിയ ഇതിൻ്റെ ഒരു കിക്ക് 2 ദിവസം ഇങ്ങനെ കാണും. അത് ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്ന ആളാണ്. ഒരുപാട് ഷോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനൊരു മോർ ദാൻ 20 years ആയിട്ട് ഞാൻ പെർഫോം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കൊരു ചെറിയൊരു സ്റ്റീൽ അലമാരയിൽ ഒരു 30 സെന്റിമീറ്റർ വീതിയുള്ള കണ്ണാടിയിലാണ് ഞാനിത് ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലാണ് നമ്മൾ ഡാൻസ്, നമ്മുടെ സ്റ്റൈൽസ് നമ്മൾ നോക്കുന്നത്. ഇതെല്ലാം പിന്നെ നല്ലൊരു സൗണ്ട് സിസ്റ്റോ വലിയ സംഭവമൊന്നുമില്ല. ഒരു ടേപ്പ് റെക്കോർഡർ, അന്ന് നമുക്ക് കാസറ്റിലാണ് നമ്മൾ പ്രാക്ടീസ് തുടങ്ങുന്നത്. ഈ കട്ടിലിൻ്റെ ഇടയിൽ ഒരു ഊഫർ വെച്ചിട്ട് കലം വെച്ചിട്ട് നല്ല ബാസിൽ ഇത് കേൾക്കും. അപ്പം എൻ്റെ അന്ന് മുതലേ ഉള്ള ആഗ്രഹമാണ്, ഞാനൊരു സ്റ്റുഡിയോ തുടങ്ങുകയാണെങ്കിൽ നല്ല വലിയ മിററുള്ള, ഫുൾ സൈസ് മിററുള്ള, നല്ല സൗണ്ട് സിസ്റ്റം, പാട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല സൗകര്യമുള്ള ഒരു സ്റ്റുഡിയോ തുടങ്ങണം. അതെൻ്റെ ഒരു ഡ്രീമായിരുന്നു. പിന്നെ അത് സമയമെടുത്ത്, കാരണം നല്ല ലൊക്കേഷൻ കിട്ടണം. പിന്നെ സമയം, നമുക്ക് ഒരു ടൈമിൽ ഓരോ കാര്യങ്ങൾ, നമ്മളിപ്പം സീരിയലും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒന്നും സമയം കിട്ടൂല ഒന്നിനും. പിന്നെ പെർഫോമൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യുന്നതല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം ഗ്യാപ്പ് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ഈ ഇടയ്ക്ക് നമ്മൾ 2 കൽപ്പിച്ച് നമ്മൾ പറഞ്ഞ് എന്തായാലും ഇത് നമ്മളൊരു ഡാൻസ് സ്റ്റുഡിയോ. ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഫസ്റ്റ്, നമ്മൾ ചെയ്യണോ വേണ്ടോ എന്ന്, കാരണം നമുക്ക് ടൈം കിട്ടുമോ എന്നുള്ളതൊക്കെ ആയിരുന്നു ആദ്യം. പക്ഷെ ഇതിലേക്ക് അങ്ങ് എത്തിപ്പെട്ടു. അങ്ങനെ അതൊരു പെട്ടെന്നായിരുന്നു ഡിസിഷൻ എടുത്തത്. ഞങ്ങൾ വിചാരിച്ചില്ല, നമ്മൾ പതുക്കെ ആലോചിച്ചുകൊണ്ട്, കാരണം ഞങ്ങൾ വർക്ക് ചെയ്യല്ല രണ്ടുപേരും. പക്ഷെ പിന്നെ തോന്നി ഇനി വെയിറ്റ് ചെയ്യണ്ട. ഇപ്പം ആള് ഇവിടെ DJ സ്പോർട്സ് ക്ലബ്ബിൽ എപ്പോഴും ട്രെയിനിങ്ങിന് പോകും, ജിംനാസ്റ്റിക്സിൻ്റെ. അവിടെ പോയി കഴിഞ്ഞാൽ രാവിലെ 6 മണിക്ക് പോകും, വീട്ടിൽ കയറി വരുമ്പോൾ 11 മണിയാവും വർക്കില്ലാത്തപ്പോൾ. എന്താന്ന് വെച്ചാൽ അവിടെയുള്ള എല്ലാവരെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഡാൻസ്. അപ്പൊ ഞാൻ ചോദിക്കും ഇന്നെന്തായിരുന്നു ചോദിക്കുമ്പോൾ, ഇന്ന് കുറച്ച് പിള്ളേരെ കിട്ടി, ഞങ്ങൾ റീൽ ചെയ്തു, ഞങ്ങൾ അവരെ പഠിപ്പിച്ചു ഇങ്ങനെ. അപ്പൊ വീട്ടിൽ വരുമ്പോൾ ഈ ടൈം ആകുമ്പോൾ ഞാൻ അപ്പോൾ ചോദിക്കും പുള്ളിക്ക്, അപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പോകാൻ ഇഷ്ടമാണ്, ഡാൻസ് പഠിപ്പിക്കാനും ഇഷ്ടമാണ്. ഞാൻ ചോദിച്ചു എങ്കിൽ പിന്നെ എന്തെങ്കിലും നമുക്ക് അങ്ങനെ എന്തെങ്കിലും തുടങ്ങിയിട്ട് ചെയ്തുകൂടെ, കാരണം ഇത് ഇഷ്ടമാണ്, ആളുടെ പാഷനാണ്.
അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എത്തുന്നത്. കാരണം ചെയ്ത് വന്നപ്പോഴത്തേനും ആൾക്കാർ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങൾ വർക്കൗട്ട് ഇപ്പം ഇതൊരു ഡാൻസ് ആൻഡ് ഫിറ്റ്നസ് സ്റ്റുഡിയോ ആണ്. ഡാൻസ് ആൻഡ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ജിമ്മല്ല, നമുക്ക് കാലിസ്റ്റനിക്സും ഇതൊക്കെ. കാരണം ഞാൻ കഴിഞ്ഞ ഒരു 5 years ആയിട്ട് ഞാനും ധന്യയും വർക്കൗട്ടൊക്കെ ചെയ്യുന്നത്. നമുക്ക് ഈ ഹാൻഡ് സ്റ്റാൻഡ്, ബോഡി ബാലൻസിങ്, ഈ പറഞ്ഞ പോലെ ഓൺ ബോഡി വെയിറ്റിൽ ചെയ്യുന്നത്, ഫ്രണ്ട് സോൾട്ടോ, ഡൈവ് റോൾ, ഇങ്ങനെയുള്ള കുറച്ച് യുണീക്ക് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ പഠിച്ചെടുത്തു. അപ്പോൾ പുതുതായിട്ട് ഞാനൊരു കാര്യം പഠിക്കുന്നതിൻ്റെ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ്. കാരണം അത് നമുക്ക് ഒന്ന് അവിടെ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ പോകണം. ഇപ്പം ഞാനിപ്പോൾ തലകുത്തി മറിഞ്ഞിട്ട് എന്ത് ചെയ്യാനെന്നുള്ള ഒരു ചിന്ത പലർക്കും ഉണ്ടാവും. അല്ലെങ്കിൽ ഞാനിപ്പോൾ മര്യാദയ്ക്ക് നടക്കാം, ഇപ്പം ചില ആളുകളടുത്ത് പറയുമ്പോൾ നമ്മൾ എടാ ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യടാ, ഇവിടെ മര്യാദയ്ക്ക് നടക്കാൻ വയ്യാന്ന് പറയും. അപ്പം ആ ആറ്റിറ്റ്യൂഡുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അപ്പം ഇത് ബ്രേക്ക് ചെയ്ത് ഒരു പുതിയൊരു കാര്യം നമുക്ക് ലൈഫിൽ ആ ഒരു റെഡിനെസ് വേണം, എന്തെങ്കിലും ടു ലേൺ സംതിങ് ന്യൂ. അപ്പോൾ അങ്ങനെ വേണം, എനിക്കത് അച്ചീവ് ചെയ്യണം. ആ ഒരു ഗോൾ ഉണ്ടെങ്കിൽ ഫിറ്റ്നസ് ഇതിന്റെ ബൈ പ്രോഡക്റ്റാണ്. ഇപ്പം നമ്മൾ ഹാൻഡ് സ്റ്റാൻഡ് എന്ന് പറയുന്ന സംഭവം ചെയ്യാനായിട്ട് അതായിരിക്കും നമ്മുടെ ലക്ഷ്യം വരുന്നത്. അപ്പോൾ അതിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിറ്റ്നസ് വേണം. അപ്പം അതിനുള്ള ഡ്രില്ലും എക്സസൈസും ചെയ്ത് അപ്പം ഈ സംഭവമേ മറക്കും ആള്. അപ്പം മറ്റത് ഈ ക്രഞ്ചസ്, ഞാൻ 20 numbers കറക്റ്റ് ചെയ്തു, ഇങ്ങനെയല്ല, ആ ഒരു എണ്ണമേ അല്ല. നമ്മൾ ഇത് നിൽക്കാൻ വേണ്ടിയുള്ള ഡ്രിൽസ് നമ്മൾ ഫിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വൺ ഡേ അത് നടക്കും. ആ ഒരു ബാലൻസിങ്ങും അത് ഫോക്കസ് ചെയ്ത് നിൽക്കാൻ നേരത്ത് ബോഡി ഫിറ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ മെയിനായിട്ട്, ഇതൊരു ബൈ പ്രോഡക്റ്റ് ആണ് ഫിറ്റ്നസ്. അപ്പോൾ അങ്ങനെ ഞാൻ പഠിച്ച കാര്യങ്ങളും ഇതെല്ലാം നമുക്ക് ഒരു ഡാൻസിലൂടെ ഡാൻസും ഫിറ്റ്നസുമായിട്ട് മിക്സ് ചെയ്ത് ഇവർക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു സ്റ്റുഡിയോ ആണത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഡാൻസിൻ്റെ കൂടെ ഇപ്പോൾ ഒരുപാട് ആക്രോബാറ്റിക് മൂവ്മെൻറ്റ്സ് എല്ലാം ചെയ്യാറുണ്ട്, ഫ്ലിപ്സ് ചെയ്യാറുണ്ട്, ബാക്ക് ഫ്ലിപ്പും ഫ്രണ്ട് ഫ്ലിപ്പും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ടെക്നിക്കലായിട്ട് പഠിപ്പിച്ച് അവർക്ക് സേഫ്റ്റി മെഷേഴ്സോടുകൂടി ക്രാഷ് മാറ്റും റോളറും ഇതെല്ലാം വെച്ച് അവർ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ബീച്ചിലൊക്കെ പോയി വന്ന് ഫെയിലായി വന്ന് വീണ് ഇഞ്ചുറി ഒന്നും വരാതെ വളരെ സേഫായിട്ട് ടെക്നിക്കലായിട്ട് പഠിച്ച് വരാനായിട്ടുള്ള ഒരു ഫെസിലിറ്റിയും കൂടെ നമുക്ക് ഈ ഡാൻസ് സ്റ്റുഡിയോയിലുണ്ട്. എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പെന്ന് വെച്ചാൽ ഹാൻഡ് സ്റ്റാൻഡ് ഏത് പ്രായത്തിലും എന്തായാലും ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഞാൻ പോയപ്പം ഇവർ ചെയ്യണ കണ്ടിട്ട് എന്നോട് പറയും ചെയ്യുന്നു പറയും. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഹാൻഡ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ, നിൽക്കുന്ന പോലെ അപ്പൊ ഈ ബോയ്സ് ഒക്കെ ചെയ്യണ കാണുമ്പോ എന്നെ വിളിച്ചുകൊണ്ട് ആള് പറയും, ആള് എന്തും ചെയ്യുന്നു പറഞ്ഞ എപ്പോഴും എന്നെ എൻകറേജ് ചെയ്യും. അപ്പൊ ഞാനിങ്ങനെ ആഫ്റ്റർ ഡെലിവറി നമ്മൾ മെന്റൽ ഒരു ഇതിൽ നിൽക്കുകയാണ്. നമ്മൾ ബി കെയർഫുൾ എപ്പോഴും. നമ്മൾ അങ്ങനെയാണ് നമ്മുടെ എനിക്കറിഞ്ഞ നമ്മുടെ ലേഡീസിന്റെ ഹോർമോൺ അങ്ങനെ മാറണമായിരിക്കും. പണ്ട് ഞാൻ എങ്ങനെയും ഓടി നടക്കുന്ന ആളാണ്, സൈക്കിളായാലും കാറായാലും ഇങ്ങനെ ഓടിക്കുന്നതിലൊന്നും ശ്രദ്ധയില്ലാത്ത ആളാണ്. പക്ഷെ പിന്നീട് അത് എന്തെടുക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഒരു കോൺഷ്യസ് ആണ്. ദൈവം ഞാൻ വീണിങ്ങനെ കൈ ഒടിയോ കാലൊടിയോ അങ്ങനെയൊക്കെ. അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഒന്ന് ട്രൈ ചെയ്യാനുള്ള ഒരു മൈൻഡ് പോലും ഇല്ല. പക്ഷെ ആളെ ഹെഡ് സ്റ്റാൻഡ് ചെയ്യുന്ന പറഞ്ഞ ഒരു രീതിയിലാക്കി. പിന്നെ ഹാൻഡ് സ്റ്റാൻഡ് പൊസിഷനിലെത്തി. ഹാൻഡ് സ്റ്റാൻഡിൽ ഇനി അടുത്തത് നടത്തിക്കണം എന്നാണ് ആളുടെ പ്ലാൻ. അതെ, ഇനിയിപ്പോ ഇവിടെ മോന്റെ സ്കൂൾ പോക്കും ടൈമൊക്കെ എനിക്ക് പ്രശ്നമാണ്. ഞാൻ ഇപ്പൊ ട്രെയിനിങ്ങിന് പോകാറില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ എനിക്ക് ഏത് ടൈമിൽ വേണമെങ്കിൽ വരാമല്ലോ ട്രെയിനിങ്ങിന്. അപ്പൊ മേ ബി എനിക്ക് നടക്കാൻ പറ്റുമായിരിക്കും. ഞാൻ നിങ്ങളുടെ രണ്ടുപേരും വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ജോൺ as a dancer and Dhanya as a dancer, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര റേറ്റിംഗ് കൊടുക്കും ഔട്ട് ഓഫ് 10? കാരണം നിങ്ങൾ എന്തായാലും വേറെയും ഡാൻസേഴ്സിനെ കാണുന്നുണ്ട്. സോ ഡാൻസ് എന്തൂസിയാസിസ്റ്റ് ആണ്. അപ്പോ ഫ്രാങ്ക് ആയിട്ട് ഞാൻ ധന്യക്ക് ഒരു 9 out of 10 കൊടുക്കും. കാരണം അത് ഡാൻസ് ആ ഒരു ഈ ഏജിലും നമ്മുടെ ആ ഒരു 20s അല്ലല്ലോ നമ്മള്. ഇപ്പൊ 20s ഒരാള് ചെയ്യുന്ന പോലെ അല്ല 30s ചെയ്യാൻ പറ്റുക. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇതാണ്. പിന്നെ ധന്യയുടെ പ്ലസ് എന്ന് പറഞ്ഞാൽ ധന്യയുടെ ഡാൻസിനുള്ള ഗ്രേസ് ആണ്. അതിന് എത്ര പ്രാക്ടീസ്, ഞാൻ പലപ്പോഴും പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം പ്രാക്ടീസൊക്കെ കുറവാണെങ്കിൽ പോലും സ്റ്റേജിൽ കയറുമ്പോൾ ഒരു ബ്ലെസ്സിങ് ഉണ്ട് ധന്യയുടെ പെർഫോമൻസിന്. നന്നായിട്ട് അത് മോശമാവാറില്ല. ഞാൻ എൻ്റെ മാക്സിമം എപ്പോഴും സ്റ്റേജിൽ കയറുമ്പോഴാണ് എനിക്ക് തോന്നാറുണ്ട്. പണ്ടോട്ടെ അങ്ങനെയാണ്. ഞാൻ ഭയങ്കര മടിച്ചിയാണ്. അയച്ചാൽ നന്നായിട്ട് അറിയാം. ഞാൻ ഭയങ്കര മടിച്ച. റിഹേഴ്സൽ ചെയ്യുമ്പോഴൊക്കെ ഞാൻ 1-2 പ്രാവശ്യം ചെയ്താൽ പിന്നെ
ഓക്കെ റെഡി. പക്ഷെ ഞാനിങ്ങനെ സ്റ്റെപ്സ് ഒക്കെ ഓർത്തോണ്ടിരിക്കും. പക്ഷെ ഞാൻ പഠിച്ചു. പക്ഷെ എനിക്ക് പാട്ട് ഭയങ്കരമായിട്ട് മൈൻഡിൽ കയറണം. മനസ്സിലായി നമ്മൾ പ്രാക്ടീസ് ആ പാട്ട് എനിക്ക് മൈൻഡിൽ കയറണം. എനിക്ക് ആ പാട്ടിൽ ഞാൻ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. അപ്പോഴാണ് സ്റ്റേജിൽ കയറുമ്പോൾ പാട്ടിന് അനുസരിച്ച് നമ്മളങ്ങ് ബോഡിയും കൂടെ വരുമ്പോഴാണ് ഗ്രേസ് വരിക. എനിക്കങ്ങനെ തോന്നിയിട്ട്. അപ്പം ഞാൻ പാട്ട് ഇങ്ങനെ കേട്ട് മൈൻഡിൽ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ ഭയങ്കര മടിച്ചിയുമാണ് സെയിം ടൈം. അപ്പം സ്റ്റേജിൽ കയറുമ്പോൾ എൻ്റെ മാക്സിമം കൊടുക്കാൻ ഞാൻ നോക്കും. മാക്സിമം എൻ്റെ എനർജി പവർ എല്ലാം അതിനകത്ത് കാണും. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം ജോണിന് നമ്മൾ റേറ്റിംഗ് കൊടുത്തില്ല. റേറ്റിംഗ് ആൾക്ക് ഒബ്വിയസ്ലി ഞാനിപ്പം എനിക്ക് 9 തന്ന സ്ഥിതിക്ക് ആൾക്ക് 10 കൊടുത്തേ പറ്റൂ. കാരണം എന്തായാലും എന്നെക്കാളും ബെറ്റർ ആണ്. എന്തുകൊണ്ട് കണ്ടു പഠിക്കാൻ. ഒന്ന് ഞാൻ കണ്ടിട്ട് ഡാൻസ് പഠിക്കുന്നത് ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞ മടിച്ചായോണ്ടായിരിക്കാം. ഞാൻ കാണും, പിന്നെ സമയം എടുക്കും. പക്ഷെ എൻ്റെ തനിയെ സ്റ്റെപ്സ് ഒക്കെ ഇടാനാണെങ്കിൽ ആലോചിച്ച് പതുക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. കാരണം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാത്ത. പക്ഷെ ആളങ്ങനെയല്ല. ബാത്റൂമിൽ ഇരുന്നും ഓരോ റീൽ കണ്ടിട്ട് സ്റ്റെപ്പ് എടുത്തോണ്ട് വരും. കണ്ട് ആൾക്ക് പെട്ടെന്ന് ഒരു അതെ പെട്ടെന്ന് റീൽ ഇറങ്ങുമ്പോൾ അത് ബാത്റൂമിൽ ഇരുന്നിട്ടാ പഠിച്ചിട്ട് തന്നെ. ഞാൻ നോക്കും ബാത്റൂമിൽ കയറിയിട്ട് ഫോണുമായിട്ട് തിരിച്ചു വരുമ്പോ സ്റ്റെപ്പ് പഠിപ്പിച്ചു തരാന്ന് പറയും. പണ്ടത്തെ സ്റ്റെപ്സ് ഒക്കെ നമ്മളിപ്പോ എല്ലാ ഫിലിംസിലും മൂവീസിലൊക്കെ റിപ്പീറ്റഡ്ലി നമ്മൾ കണ്ടുപിടുത്ത കുറെ സ്റ്റെപ്സ് ഉണ്ട്. അപ്ഡേറ്റ് ആയിട്ടിരിക്കേണ്ടതും ഭയങ്കര. അതെ അതെ. ഇപ്പൊ ഒരു പ്രോബ്ലം അല്ല. എല്ലാം വളരെ അപ്ഡേറ്റഡ് ആണ്. ഒരുപാട് ട്യൂട്ടോറിയൽ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ ഒരുപാട് ഫോറിനേഴ്സിന്റെ ഒക്കെ വീഡിയോസ് നമുക്ക് കാണാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മുമ്പ് നമുക്കിപ്പം സൂപ്പർ ഡാൻസർ ഒക്കെ ചെയ്യുന്ന സമയത്തൊന്നും നമുക്ക് റെഫറൻസ് ഇല്ല. നമുക്ക് മാസ്റ്റർ വേണം. റെഫറൻസ് ഇല്ല. നമുക്ക് അന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡാൻസ് തന്നെയാണ്. ഇപ്പൊ മൂൺ വാക്ക് എന്ന് പറയുന്ന സിനിമ ശരിക്കും അതൊക്കെ നമുക്ക് കണക്ട് ആവുന്ന ഒരു സിനിമയാണ്. കാരണം നമ്മൾ ആ സമയത്ത് നമ്മൾ ഡാൻസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിനോട് ചോദിക്കും ഇത് എങ്ങനെ ഉണ്ടടാ, ഇത് ഇങ്ങനെ കൊള്ളാമോ ഈ മൂവ്മെന്റ് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന ഒരു ജഡ്ജ്മെന്റ് ആണ് ആ മൂവ്മെന്റ് ഫിക്സ് ചെയ്യുന്നത്. അല്ലാതെ നമുക്കൊരു റെഫറൻസ് വീഡിയോ കണ്ടിട്ടുള്ള ഒരു ഇതില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് കുറച്ചും കൂടെ വളരെ വൈഡ് ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ ആയിട്ട് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പെർഫോം ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റിലോട്ട് പോവാം. ഓക്കെ, 1-2 സെഗ്മെന്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കുറച്ചൊന്ന് ഫണ്ട് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു റാപ്പിഡ് ഫയർ സെഗ്മെന്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, റെഡി? ഓക്കെ, നിങ്ങൾ ആരാണ് മോർണിംഗ് പേഴ്സൺ അല്ലെങ്കിൽ നൈറ്റ് പേഴ്സൺ? മോർണിംഗ് ആൻഡ് നൈറ്റ് പേഴ്സൺ രണ്ടും. രാവിലെ എഴുന്നേക്കും, രാവിലെ എനിക്ക് ലേറ്റ് ആയിട്ട് ഉറങ്ങും. അതങ്ങനെ പറ്റും, ഉറക്കമില്ല. നമ്മളെങ്ങനെ ഉറക്കത്തിന്റെ കാര്യത്തില്? ഞാൻ നല്ല ഉറക്കഭ്രാന്തി. ഞാൻ പറഞ്ഞില്ല മടിച്ച. എത്ര നേരം വേണേലും ഉറങ്ങും. എനിക്ക് ഉറങ്ങാനാണ് ഇഷ്ടം. എനിക്ക് ആക്ച്വലി 5 മണിയാകുമ്പോ ഞാൻ സ്വിച്ചിട്ട് പോലെ എഴുന്നേക്കും. എനിക്ക് ഉറങ്ങാൻ പറ്റൂല. ശ്രമിച്ചാലും പറ്റത്തില്ല. എനിക്ക് ഒന്ന് രാവിലെ എഴുന്നേറ്റ് ഒന്ന് നടക്കാനെങ്കിലും പോയില്ലെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം ഭയങ്കര ഗിൽറ്റി. പ്രത്യേകതരം ജീവിയാണ്. ഉറക്കമില്ലായ്മയാണ് ആളുടെ പ്രശ്നം. എനിക്കാണെങ്കിൽ എനിക്ക് ഒരു 10 മണിയാകുമ്പോൾ എന്റെ കണ്ണ് തൂങ്ങി പോകുന്ന ആളാ. ഇവിടെ വന്നപ്പോ 10, 11 12 ചിലപ്പോ പണ്ടൊക്കെ 1, 2 ഇങ്ങനെ പോകും. അപ്പൊ എന്റെ ബ്രദർ വന്ന് ചോദിച്ചു, എടി നിന്നെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു? കാരണം 9 മണി കഴിയുമ്പോൾ നീ ഇങ്ങനെ കോഴിയെ പോലെ തൂങ്ങിയിരിക്കുന്ന ആള്, നിന്നെ കൊണ്ട് എങ്ങനെ സാധിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ ഞാൻ ഷൂട്ട് വർക്ക് ടൈമില് നമ്മളത് എങ്ങനെയും കണ്ണിന് കോല് കുത്തിയിട്ടാലും ഇരിക്കും വർക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ റെസ്റ്റും കൊടുക്കണം നമുക്ക്. എന്ന് വെച്ചാൽ മെന്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് റെസ്റ്റും വേണം. ഞാൻ ആളോട് പറയും കുറച്ചെങ്കിലും കിടന്നുറങ്ങുന്നു പറയും. അപ്പൊ ആളിടയ്ക്ക് 10 മിനിറ്റ്സ് ഒക്കെ ഈ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഞാനൊരു 6 hours ഉറങ്ങും. ഇപ്പൊ കുറച്ച് നേരത്തെ ഉറങ്ങി തുടങ്ങി. അപ്പൊ 5 എണീക്കുമ്പോ കറക്റ്റ് ആയിട്ട് ഞാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹോം ഡേറ്റ് ഓർ മൂവി ഡേറ്റ്? നിങ്ങൾ ഏതാ പ്രിഫർ ചെയ്യാ? പുറത്ത് പോകണോ അല്ലെങ്കിൽ മൂവി അല്ലെങ്കിൽ ഹാങ് ഔട്ട്? എന്താണെങ്കിലും വീട്ടിലുള്ള ഡേറ്റ് ആണോ? നമ്മൾ അങ്ങനെ മൂവി വല്ലപ്പോഴും പോന്നല്ലാതെ വീട്ടില് നിങ്ങൾ മറ്റേ മൂവീസ് ഒക്കെ അപ്പൊ പൊതുവെ വീട്ടില് തന്നെ ഇഷ്ടം. എല്ലാ ലാംഗ്വേജിലുള്ള സിനിമ കാണുന്ന ആളാ. എനിക്ക് ഏറ്റവും ഇഷ്ടം സിനിമ കാണുന്നത് ഉറങ്ങുന്നത്. ഏത് ജോണറാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം? ഞാൻ ത്രില്ലർ, ഹൊറർ, സസ്പെൻസ്, അങ്ങനത്തെ സൈക്കോളജിക്കൽ ത്രില്ലേഴ്സ് ഇല്ലേ, അത് ഇഷ്ടമാണ്. ഒരു പ്രത്യേകതര ആർക്കൊന്നും ഡൈജസ്റ്റ് ആവില്ല ഇങ്ങനെ ഒരു ടൈപ്പ് മൂവീസ്. ഭയങ്കര റിലേറ്റബിൾ ആണ്. ഓക്കെ,
എഴുന്നേരം ഉടനെ ഫസ്റ്റ് മൊബൈൽ യൂസ് ചെയ്യുന്ന ആള്. ആ നമ്മൾ മൊബൈൽ അഡിക്റ്റ് ആണോ? മൊബൈലിന് അഡിക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. അത് നമുക്ക് റീൽസ് കാണണം. ഇത് എപ്പോഴും ഇപ്പൊ ഞാനൊരു അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴും ഈ പറഞ്ഞ ചുമ്മാ ഒന്ന് ഞാൻ വിളിക്ക ഇച്ചായ ആ പറഞ്ഞോ, എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ ശരി, ഈ പറഞ്ഞതൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ആ ശരി ശരി മാത്രം വരും, പക്ഷെ ഇതൊന്നും ഇൻ ബിറ്റ്വീൻ കേട്ടിട്ടുണ്ടാവും. പറഞ്ഞില്ല എന്ന് പറയും, ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് പറയും. എല്ലാവർക്കും സംഭവിക്കാനുള്ള. ഓക്കെ, ആരാ ഏറ്റവും നല്ല കുക്ക്? തന്നെയാ. ആള് കുക്ക് ചെയ്യും, പക്ഷെ ഞാനാണ് ചെയ്യുന്ന വീട്ടിൽ. ഉണ്ടാക്കുന്ന ഫുഡിൽ ഏറ്റവും ജോൺ ഇഷ്ടമുള്ള ഫുഡ്? ബിരിയാണി നല്ലതാണ്. ചിക്കൻ ബിരിയാണി, റാവുത്തർ ബിരിയാണി, റാവുത്തർ ടൈപ്പ്, റാവുത്തർ ടൈപ്പ്, കുറച്ച് സ്പൈസി ആയിട്ടുള്ള. സ്പൈസി ആയിട്ടുള്ളത് എന്റെ മോനും ഇഷ്ടം. ഓക്കെ ഫൈൻ. ഹൂ അപ്പോളജൈസസ് ഫസ്റ്റ്? ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം വന്ന് സോറി പറയുന്നത്? ഞങ്ങൾ രണ്ടുപേരും ശരിക്കും ഞങ്ങൾ ഫൈറ്റ് ചെയ്യും, പക്ഷെ ഞങ്ങൾ അപ്പൊ തന്നെ അത് ഫോർഗീവ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഫൈറ്റ് ചെയ്തെന്ന് പറഞ്ഞ ആൾ എന്നോട് മിണ്ടായിരിക്കത്തില്ല, ആള് ഫൈറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഞാനും മിണ്ടായിരിക്കത്തില്ല. ഞങ്ങൾ ആ ക്ഷണത്തിൽ മറക്കും, അടുത്ത കാര്യത്തിലേക്ക് അങ്ങനെ ഒരു ദിവസം പോലും അങ്ങനെ നമ്മൾ അടുത്ത കാര്യമായിട്ട് പോകും. ഫുഡ് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞു. ഞാനിത് പഠിച്ചത് എൻ്റെ വീട്ടിൽ നിന്ന്. എൻ്റെ പപ്പന് ഭയങ്കര വലിയ വഴക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ചായ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയാം. അപ്പൊ ഞാനിലേക്ക് ഇത് എന്തോ ഇത് കുറച്ചു മുമ്പ് എന്തായിരുന്നു. അതിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഭയങ്കര നോർമൽ. നമ്മൾ വഴക്ക് കൂടിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൈഫിൽ അതങ്ങ് അങ്ങനെ വലിയ സംഭവമാക്കി പോകണ്ടല്ല. വീട്ടിൽ വഴക്കുകൾ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് നമ്മൾ. പക്ഷെ ഞങ്ങൾ വലിയ വലിയ ഫൈറ്റുകളിലേക്ക് പോയിട്ടില്ല. ചെറിയ ചിലപ്പോൾ നമ്മൾ തമ്മിൽ ചില കാര്യങ്ങൾ പൊരുത്തപ്പെടാതെ പോവും. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതല്ല ശരി, അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ അത് ചെയ്തത് ശരിയായില്ല, ഇത് ചെയ്തത് ശരിയായില്ല, അത്രയും ഉണ്ടാവാറുണ്ട്. നീ അത് ചെയ്ത് അപ്പൊ എനിക്ക് മനസ്സിലാവുമെങ്കിൽ നമ്മൾ അത് അഡ്മിറ്റ് ചെയ്യും, നമ്മുടെ തെറ്റാണെങ്കിൽ. അത് അഡ്മിറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ വഴക്കുള്ളത്. അത് കുറച്ചു നേരം ആലോചിച്ചിട്ട് നമ്മൾ ആദ്യം സംഭവിച്ചില്ല എന്നെ പറഞ്ഞു. ഓക്കെ, ഹൂ ടേക്സ് മോർ സെൽഫീസ്? എനിക്ക് സെൽഫി എടുക്കാനേ അറിയത്തില്ല. മറ്റേ എന്നെ കളിയാക്കും എപ്പോഴും, മൂക്കിൽ കൊണ്ടാണ് നീ സെൽഫി എടുക്കുന്നത്. നമ്മുടെ അമ്മമാരൊക്കെ വിളിക്കുമ്പോ ഞാനിങ്ങനെ എനിക്ക് എന്റെ ഫേസ് കാണാൻ ഇഷ്ടമുള്ള പൊസിഷനിൽ വെച്ചാൽ ഞാൻ സെൽഫി എടുക്കാം. അത് കണ്ടോടനെ പറയാം അയ്യേ കൊള്ളൂല എന്ന് പറയും. ഞാൻ എനിക്കിഷ്ടമുള്ള എന്റെ ഫേസ് എനിക്ക് എങ്ങനെയാണോ ഇഷ്ടം ഞാൻ അങ്ങനെ സെൽഫി എടുക്കുക. ഇത് ആളെ കാണിക്കുമ്പോൾ ആള് പറയും ഇത് കൊള്ളത്തില്ല എന്ന്. കാരണം ആൾക്ക് പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ആംഗിളാണ് ആൾക്ക് ഇഷ്ടം, എനിക്ക് എന്നെ അങ്ങനെ ഇഷ്ടമല്ല. ഓക്കെ, അടുത്തത് ഹൂ ഈസ് മോർ പേഷ്യന്റ്? ഏറ്റവും ക്ഷമയുള്ള കൂട്ടത്തില് ഞാനാ. എപ്പോ അത് മോനെ കൊണ്ടുവന്ന് ചോദിക്കും. അത് മോനോടാണ് ചോദിക്കുന്നത്. അത് മോനെ കൊണ്ടുവന്ന് ഇരുത്തിട്ട് ചോദിക്കണം. ബസ്സിലെ തന്നെയൊക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ആൻസർ ഇല്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ വെച്ചിട്ട് ആൾക്കിപ്പോ നല്ല വിശന്നിരിക്കാന്ന് വെച്ചു ഒരു ക്ഷമയും കാണത്തില്ല. ഞാനല്ലാതായി മാറും. ആ അഡ്വർടൈസ്മെന്റ് എടുത്ത ആളെ ഉണ്ടല്ലോ ശരിക്കും കറക്റ്റ് ആയിട്ട് എടുത്ത്. ഇങ്ങനെ മനുഷ്യരുണ്ട്. ഞാൻ ആദ്യം വിചാരിക്കും ഇങ്ങനത്തെ മനുഷ്യരുണ്ട്. എനിക്ക് അങ്ങനെ ഒന്നും വിശന്നാ ദേഷ്യമൊന്നും വരില്ല. അതേപോലത്തെ ഒരു മനുഷ്യൻ ആണല്ലേ. അയ്യോ, അടുത്ത് ആരും അപ്പൊ മുഖത്തൊക്കെ എക്സ്പ്രഷൻ മാറും. ആളുകൾ വിചാരിക്കും ഈ മനുഷ്യന് ഇങ്ങനത്തെ സ്വഭാവമായിരിക്കും. അല്ല, ശരിക്കും വിശന്നതിന്റെ കുഴപ്പമാണ്. അത് വരാം. ഓക്കെ, ഹൂ ഈസ് മോർ ഡിസിപ്ലിൻഡ്? ആരാ ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻഡ് ആയിട്ട്? ഞാനാ അല്ലേ? രണ്ടുമല്ല, അതാണ് ഉത്തരം. രണ്ടുപേരും അല്ല, നമ്മള് രാവിലെ എന്റെ റുട്ടീൻ അല്ല, റുട്ടീൻ ഡിസിപ്ലിൻ ഉണ്ട്, കറക്റ്റ് എല്ലാ കാര്യങ്ങളും പോകും. പക്ഷെ ഒത്തിരി ഹോം മേക്കിങ്ങിന്റെ കാര്യങ്ങളില് വരുമ്പോ ആ റുട്ടീൻ ഡിസിപ്ലിൻ ഉണ്ട്. ടോട്ടല് പറഞ്ഞ പോലെ അത് ഫോളോ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം പിന്നെ ടൈമില് ഞാൻ കറക്റ്റ് എത്താനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. ആ കാര്യത്തിൽ ശ്രമിക്കും എന്ന് പറഞ്ഞാൽ നടക്കും. എങ്കിലും ഓൾമോസ്റ്റ് വലിയ പ്രശ്നമില്ല. കാരണം മുമ്പ് ഞാൻ ലേറ്റ് ആയി വളരെ എപ്പോഴാണെങ്കിലും ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിക്കൊണ്ടിരുന്ന ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നതാണ്. ഞാൻ അങ്ങനെ കുറെ ചേഞ്ചസ് ഞാൻ വരുത്തിയ ഒരാളാണ്. അതാണ് ഞാൻ പറയുന്നത്. മുമ്പ് ഞാനും എപ്പോഴും ലേറ്റ് ആയിട്ട് പോകുന്ന ആളാണ്. ഇപ്പോഴും ആ ഹാബിറ്റ് ഉണ്ട്. അപ്പൊ അടുത്ത കാലത്താണ് ഞാൻ വായിച്ചെങ്കിൽ ലേറ്റ് ആയിട്ട് പോണവര് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിരിക്കും. അത് നിങ്ങൾ ഇവിടെ ഷൂട്ടിന് ഇവിടെ വന്നതിന് ശേഷവും കണ്ടില്ലേ
ഇല്ല, കുറച്ച് ഞാൻ ക്രിയേറ്റീവ് ആയിരുന്നില്ലേ? പെട്ടെന്നാണ് ഞാൻ മേക്കപ്പ് ഇട്ട് കണ്ടില്ലേ. അതെ, ലേറ്റ് ആയിട്ട് ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞു. കാരണം ഇത് വന്ന് ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് ഈ ഫ്ലോറിൽ കുട്ടികളുടെ ക്ലാസ് ഉണ്ട്, നമുക്ക് അങ്ങനെയല്ല, ഞാൻ ഡിസിപ്ലിൻ അല്ല ബ്രോ, നമ്മൾ അങ്ങനെയല്ല, ഞാൻ പള്ളിയിൽ പോയപ്പോ അച്ഛൻ കുറച്ച് ലേറ്റ് ആയിട്ടാ വിട്ടത്. പിന്നെ എനിക്ക് എന്റെ ഡേ ഡ്രസ്സ് എടുക്കാൻ പോയി. എന്റെ ഡ്രസ്സ് സൺഡേ ആയിരുന്നു. അതിന്റെ ഡേ ഡ്രസ്സും എടുത്തിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് മമ്മീനെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. കർത്താവിന്റെ കാരുണ്യം വേണ്ടേ? അത് സത്യമായിട്ടും അത് 2 ദിവസം മുന്നല്ലോ തുടങ്ങി. അപ്പൊ ആൾക്ക് പോകാൻ പറ്റില്ല. ഇന്നിപ്പോ ഇവിടെ ക്ലാസ്സും കാര്യം ഉള്ളതുകൊണ്ട് ഞാനും മമ്മിയും പോയി. ആരെങ്കിലും ഒരാൾ പോകണ്ടേ. ഡിസിപ്ലിന്റെ കാര്യത്തിൽ തീരുമാനമായി ഒട്ടുമില്ല. ഓക്കെ, നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ സീരിയൽസ് കാണുന്നത്? കാണാൻ പറ്റാത്ത ടൈം ഇച്ചാന്റെ സീരിയൽ എല്ലാം കാണും. ഈച്ചാനിരുന്ന് ഞാൻ അഭിനയിക്കുന്ന എല്ലാ എപ്പിസോഡും. നമ്മുടെ എപ്പിസോഡ് മാത്രമാണോ അതോ എല്ലാ എപ്പിസോഡും കാണും. ഞാൻ അഭിനയിക്കുന്ന സീരിയലിലെ എല്ലാ എപ്പിസോഡും. ഞാൻ അഭിനയിച്ച പോലും കാണത്തില്ല. അങ്ങനെ ഒരു സീരിയൽ പേഴ്സൺ ആണ്. കാരണം സിനിമകൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് അങ്ങനെ വെബ് സീരീസ് കാണും. സീരിയൽ ഒരു കമ്മിറ്റ്മെന്റ് ആണല്ലോ, നമ്മൾ എന്നും കാണണം. അതിനുവേണ്ടി അത് കാണണം, ഒന്ന് കണ്ടുകഴിഞ്ഞാൽ പിന്നെ കാണണം. അങ്ങനെ എന്റെ മമ്മി പക്ഷെ എല്ലാവരും കാണും. അപ്പൊ ഞാൻ എന്താ ചോദിച്ചാൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും മമ്മി കാണുന്ന കഥ ചോദിച്ചാൽ പറഞ്ഞു തരുമല്ലോ. അത് പല വീടുകളിലുള്ള പോലെ തന്നെ ഈ മൊബൈൽ വെച്ച് കഥ കേട്ട് ഉറങ്ങും. എന്റെ മമ്മിയുടെ നെഞ്ചത്തൊക്കെയാണ് ഫോൺ കിടക്കുന്നത്. കിടന്നുറങ്ങുമ്പോ ഇങ്ങനെ കിടന്നുറങ്ങും. ഇതും കേട്ടോണ്ട് എല്ലായിടത്തും. ഓക്കെ, അപ്പോ ഹു ഈസ് മോർ ഫിൽമി ഇൻ ലൈഫ്? അതായത് ഡ്രാമാറ്റിക് ആയിട്ടുള്ള റിയൽ ലൈഫില് തന്നെയായിരിക്കും. ഡ്രാമാറ്റിക് ആണ് രണ്ടുപേരും അല്ല. ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പേടിപ്പിച്ചു. ഇങ്ങനെ നോക്കി ഉടനെ ഞാൻ മാറ്റിയതല്ല. ഞാനിങ്ങനെ ഡ്രാമാറ്റിക് ആയിട്ട് ഉണ്ടോ? എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഒട്ടും അല്ലാത്തൊരു. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾ എന്താ ഇങ്ങനെ. ഞാൻ പറഞ്ഞു രണ്ടുപേരും ഡ്രാമാറ്റിക് ഒന്നും അല്ല, റിയലിസ്റ്റിക് ആണ്. പ്രാക്ടിക്കൽ ആണ് ഭയങ്കര. കാരണം നമ്മൾ അതാണ് പല കാര്യങ്ങളും വീട്ടില് എല്ലാരും ചോദിക്കും. നമ്മൾ ഭയങ്കര പ്രാക്ടിക്കലാണ് നമ്മുടെ ലൈഫില്. അത് രണ്ടുപേരും എങ്ങനെ ഒരുപോലെ വന്നു എന്ന് അറിഞ്ഞൂടാ. പിന്നെ ആകെ വല്ല റീൽസ് ഒക്കെ ചെയ്യുമ്പോൾ മാത്രമുള്ള ഒരു ഡ്രാമാറ്റിക് എക്സ്പ്രഷൻസ് മാത്രമേ. ഡ്രാമയല്ല, അത് ഒറിജിനൽ ആയിട്ട് പറഞ്ഞത്. അതും ഡ്രാമയല്ല. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു, 14 years ആയിരിക്കുന്നു കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോ ഈ നമുക്ക് ഒരിക്കലും നിന്നു പോവാത്തൊരു റൊമാൻസ് അല്ലെങ്കിൽ ഒരു ലവ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് എല്ലാ കപ്പിൾസിനും പറ്റാറില്ല, ടു ബി വെരി ഓണസ്റ്റ്. അപ്പോ എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോഴും ആ ഒരു റൊമാൻസ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, ഒരു ബോണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ബോണ്ടിങ് ഉണ്ടല്ലോ അല്ലേ? എനിക്ക് തോന്നുന്നു കേട്ടോ, ഇത് ഫോണിലുണ്ടായിരുന്ന ക്വസ്റ്റൻ അല്ല, ഇത് എന്റെ ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പോ അതിനു വേണ്ടിട്ട് നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത്? ഇപ്പോ യാത്രകളാണോ അതോ ഇപ്പോഴും ആ റൊമാൻസ് കീപ്പ് ചെയ്യാൻ? എന്നെ എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് ആദ്യം പറഞ്ഞു കൊടുക്കാം. അത് ആക്ച്വലി ഞാൻ മനസ്സിലാക്കുന്ന നമ്മുടെ ഒരു മ്യൂച്വൽ റെസ്പെക്ട് കീപ്പ് ചെയ്യും. ഒന്ന് അതാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരാളെ നമ്മൾ ഒരു നമ്മൾ മ്യൂച്വൽ റെസ്പെക്ട്, നമ്മൾ തമാശകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറയും എങ്കിലും നമ്മളത് നമ്മുടെ ഈഗോ ഹേർട്ട് ചെയ്യാതെ മെയിൻറ്റെയിൻ, അല്ലെ എന്നെ അത് പറഞ്ഞാൽ ശരിയായില്ല, ഈ സാധനം മനസ്സിട്ട് തിരിച്ച് പറഞ്ഞ് അവിടെ ഈഗോ ഹേർട്ട് ചെയ്ത് അങ്ങനെ ഒരു സംഗതി ഞങ്ങളുടെ ഇടയിലില്ല. ഞങ്ങൾ രണ്ടുപേരും ആ ഒരു റെസ്പെക്ട്, ഇപ്പം ഞാൻ ധന്യക്ക് റെസ്പെക്ട് കൊടുക്കുന്ന പോലെ തന്നെ ധന്യ എനിക്കും ചെയ്യാറുണ്ട്. പിന്നെ നമ്മളെ യാത്രകളിലോ അങ്ങനെ സംഭവമൊന്നുമല്ല, ഇത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. നമ്മൾ പിന്നെ ലൈഫ് തന്നെയാണ് നിങ്ങളുടെ. പിന്നെ നമുക്ക് കുറച്ച് വർഷം കഴിയുമ്പോൾ പിന്നെ ഞാൻ ആ വിഷയം എങ്ങനെയെങ്കിലും മാറ്റി വേറെ പോയിന്റിൽ എത്തിക്കാൻ നേരത്ത് അത് പിന്നെയും പറയരുത്. കാരണം നിങ്ങളിപ്പോ പോവും ഷൂട്ട് കഴിഞ്ഞ്. കാരണം ഞങ്ങളുടെ ഹണിമൂൺ തന്നെ പോയത് കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അതെല്ലാരും ചോദിച്ച് ആള് കേട്ട് മടുത്തപ്പോഴാണ് ആളെ തീരുമാനിച്ച കൊണ്ടോണം എവിടെയെങ്കിലും. അങ്ങനെ ഞങ്ങൾ ഒരു പ്രാവശ്യം വഴക്കിട്ടിരുന്നപ്പോഴാണ് നമുക്ക് എവിടെ പോടാൻ ഹണിമൂൺ. ഞാൻ ആലോചിച്ചു എന്തത് വഴക്ക് മാറ്റാനായിരിക്കും വിചാരിച്ച. അല്ല, കല്യാണം കഴിഞ്ഞ് ശംഖുമുഖത്തൊക്കെ ബീച്ചിൽ വന്നിട്ട് രാത്രി ഡ്രൈവ് ചെയ്ത് രാത്രി കാറിൽ കൊണ്ടുപോയിട്ട് കാറിലിരുന്നിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ശംഖുമുഖം ബീച്ച്, വാ പോവാം, ഭയങ്കര ആളുകളൊക്കെ ഉണ്ട്, ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ യാത്രകൾ. കോവള തന്നെ കൊണ്ടുപോയിട്ടേ ഇല്ല, കന്യാകുമാരി കൊണ്ടുപോയിട്ട് പോലുമില്ല. പക്ഷെ ഞങ്ങൾ അതൊക്കെ മാറി. ഞങ്ങൾ ഈ ഇടയ്ക്ക് മണാലി, ആഗ്ര. മോനിപ്പോ വയസ്സ് പറയണ്ട, എന്റെ മോന്റെ 14 വർഷമല്ല 12 വയസ്സായി മോന്. അപ്പൊ മോനെ എവിടെയും കൊണ്ടുപോകാൻ വേണ്ടിട്ടാ മണാലി ഞങ്ങൾ പ്ലാൻ ചെയ്തു. അങ്ങനെ ഒരു ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തു ആദ്യമായിട്ട്. മോനെയും കൊണ്ടുപോയി. അങ്ങനെ മോന് വേണ്ടിട്ട് ഒരു ട്രിപ്പ് പോയി. അതാണ് ശരിക്കും പറഞ്ഞത് ഞങ്ങളുടെ യാത്രകൾ. പക്ഷെ യാത്രകൾ ചെയ്യുന്നത് എപ്പോഴും ഹെൽത്തി റിലേഷൻഷിപ്പിന് നല്ലതാണ്.
പക്ഷെ അപ്പോഴും നമുക്ക് മ്യൂച്വൽ റെസ്പെക്ട് ഇല്ലെങ്കിൽ എവിടെ യാത്ര ചെയ്തിട്ടും കാര്യമില്ല, അതാണ് സത്യം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഞങ്ങൾ രണ്ടുപേരും ഒരാൾക്ക് ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അത് ഹേർട്ട് ആയി കഴിഞ്ഞാൽ വിഷമം വരും. ഈ ദേഷ്യം വരുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വേദനിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ അതാണ് എനിക്ക് ഒരു ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് അത്. അതെ, ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഇപ്പൊ ഇച്ചാൻ എന്നെ ഹേർട്ട് ചെയ്യാനായിട്ട് എന്തും പറയാൻ പറ്റും, പക്ഷെ എനിക്ക് ഹേർട്ട് ആയെന്ന് തോന്നുമ്പോൾ ആൾ എൻ്റെ അടുത്ത് ഞാൻ അതല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് അപ്പൊ അത് എനിക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ആൾക്കും ഹേർട്ട് ആയെന്ന് തോന്നുമ്പോൾ എനിക്കും വിഷമാവും.